നമ്മുടെ കഴുത്തിൽ ആഡംസ് ആപ്പിളിന് തൊട്ട് താഴെയായി ശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു കുഞ്ഞൻ ഗ്രന്ഥിയുണ്ട്. അതാണ് തൈറോയിഡ്. ഭാരം വെറും 20 ഗ്രാം മാത്രം. ഈ 20 ഗ്രാം ഗ്ലാൻഡ് ആണ് നിങ്ങളുടെ ശരീരത്തിന്റെ മെയിൻ സ്വിച്ച്. ഇത് തീരുമാനിക്കും നിങ്ങൾക്ക് എനർജി ഉണ്ടാകുമോ ഇല്ലയോ, ഭാരം കൂടുമോ കുറയുമോ, മുടി കൊഴിയുമോ വളരുമോ, ദഹനം സ്മൂത്ത് ആണോ അതോ കോൺസ്റ്റിപ്പേഷൻ ആണോ, ഉറക്കം കിട്ടുമോ ഇല്ലയോ. അതായത് തൈറോയിഡ് എന്നത് ഒരു വെറും ഗ്ലാൻഡ് മാത്രമല്ല, അത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്പീഡ് കൺട്രോളർ ആണ്. അത് സ്ലോ ആയാൽ നിങ്ങളുടെ ജീവിതം തന്നെ സ്ലോ ആകും. തൈറോയിഡ് ഇതെല്ലാം ചെയ്യുന്നത് T3, T4 എന്ന 2 ഹോർമോണുകൾ വഴിയാണ്. ഈ ഹോർമോണുകൾ രക്തത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും പോകും. ഇതിൽ T4 ഹോർമോൺ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്റ്റോറേജ് രൂപമാണ്, ഒരു റിസർവ് പോലെ. എന്നാൽ T3 ആണ് സജീവമായ രൂപം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും പ്രവർത്തന വേഗത നിശ്ചയിക്കുന്നത് ഈ T3 ആണ്. ഈ ഹോർമോണുകൾ രക്തത്തിൽ വെറുതെ ഒഴുകി നടക്കുകയല്ല ചെയ്യുന്നത്. അവ പ്രോട്ടീനുകൾ എന്ന ടാക്സികളിലാണ് യാത്ര ചെയ്യുന്നത്. ഈ ടാക്സിയിൽ ഇരിക്കുന്ന ഹോർമോണുകൾക്ക് കോശങ്ങൾക്കുള്ളിലേക്ക് കയറാൻ കഴിയില്ല. ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ടാക്സിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന, അതായത് സ്വതന്ത്രരാകുന്ന ഹോർമോണുകൾക്ക് മാത്രമേ കോശങ്ങളിൽ പ്രവേശിച്ച് ജോലി ചെയ്യാൻ കഴിയൂ. അവയെയാണ് നമ്മൾ ഫ്രീ T3 അല്ലെങ്കിൽ ഫ്രീ T4 എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് രക്തത്തിൽ എത്ര ഹോർമോൺ ഉണ്ടെന്നതിലല്ല കാര്യം, എത്ര എണ്ണം ഈ ടാക്സിയിൽ നിന്ന് പുറത്തിറങ്ങി രക്തത്തിൽ ഫ്രീ ആയിട്ടുണ്ട് എന്നതാണ് നിങ്ങളുടെ എനർജി തീരുമാനിക്കുന്നത്. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഇത് AC-യിലെ തെർമോസ്റ്റാറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. രക്തത്തിൽ ആക്റ്റീവായ ഈ തൈറോയ്ഡ് ഹോർമോൺ കുറവാണെന്ന് തെർമോസ്റ്റാറ്റ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പുറപ്പെടുവിക്കും. കൂടുതൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് തലച്ചോർ തൈറോയ്ഡ് ഗ്രന്ഥിയോട് ആജ്ഞാപിക്കുന്നതാണ് TSH. ഈ സിഗ്നൽ കിട്ടിയാൽ തൈറോയ്ഡ് ഉൽപാദനം തുടങ്ങും. അപ്പോഴാണ് ലാബ് റിപ്പോർട്ടിൽ TSH-ന്റെ അളവ് കൂടുന്നത്. പക്ഷേ ഇങ്ങനെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തൈറോയിഡിന് ഒരു ഇന്ധനം വേണം. അതാണ് അയഡിൻ. T3, T4 എന്ന് നമ്മൾ പറയുന്നത് തന്നെ അതിലടങ്ങിയിരിക്കുന്ന അയഡിൻ തന്മാത്രകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ്. T3-ൽ 3 അയഡിൻ, T4-ൽ 4. ഈ അയഡിൻ കുറയുമ്പോഴാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. അയഡിൻ ഇല്ലാതാകുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി കൂടുതൽ TSH ഉൽപ്പാദിപ്പിച്ച് നിലവിളിക്കാൻ തുടങ്ങും. അപ്പോൾ ശരീരത്തിലുള്ള അവസാനത്തെ അയഡിൻ തുള്ളി കൂടി എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി തൈറോയ്ഡ് ഗ്രന്ഥി വലിയൊരു വല വിരിക്കുന്നത് പോലെ സ്വയം വികസിക്കാൻ തുടങ്ങും. ഈ വികാസമാണ് ഗോയിറ്ററായി മാറുന്നത്. കുറവുള്ള അയഡിൻ വലിച്ചെടുക്കാനുള്ള ഗ്രന്ഥിയുടെ ഒരു അതിജീവന ശ്രമം മാത്രമാണ് ആ വീക്കം. ഇതിനെ എൻഡമിക് ഗോയിറ്റർ എന്ന് വിളിക്കുന്നു. ഇത് പിന്നീട് ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് നയിക്കും. പ്രവർത്തനം തീരെ മന്ദഗതിയിലാകും. കടുത്ത ക്ഷീണം, അകാരണമായ ഭാരം കൂടൽ, ചർമ്മം വരളുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും വരും. ഇനി അയഡിൻ കൂടിയാൽ അത് നല്ലതല്ലേ? അപ്പോൾ കൂടുതൽ അയഡിൻ കഴിച്ചാൽ ഈ ഗ്രന്ഥി പഴയ പോലെ ആകില്ലേ എന്നൊക്കെയുള്ള ഒരു സംശയം നമുക്കിവിടെ വരാം. ആ ചോദ്യത്തിനുള്ള ഉത്തരം വോൾഫ് ചൈക്കോഫ് ഇഫക്റ്റ് എന്നൊരു പ്രതിഭാസത്തിലാണ് ഉള്ളത്. ഒരു ഫാക്ടറിയിലേക്ക് പെട്ടെന്ന് ആവശ്യത്തിലധികം അസംസ്കൃത വസ്തുക്കൾ വന്നാൽ എന്താകും അവസ്ഥ? തൊഴിലാളികൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രൊഡക്ഷൻ നിർത്തൂ, കൂടുതൽ സാധനങ്ങൾ വെക്കാൻ ഇടമില്ല എന്ന് പറയുന്നത് പോലെ തൈറോയിഡ് പെട്ടെന്ന് വാതിലുകൾ അടയ്ക്കും. തൈറോയിഡ് ഗ്രന്ഥി അയഡിൻ സ്വീകരിക്കുന്നത് അപ്പാടെ നിർത്തും. ഹോർമോൺ ഉൽപാദനം പൂർണ്ണമായും നിർത്തിവെക്കും. അപ്പോൾ ഫലമോ? കൂടുതൽ അയഡിൻ കഴിച്ചിട്ടും വീണ്ടും ഹൈപ്പോതൈറോയിഡ് ലക്ഷണങ്ങൾ തന്നെ വരും. അയഡിൻ കൂടിയാലും കുറഞ്ഞാലും തൈറോയിഡ് പണിമുടക്കും. ഫാക്ടറിയിലെ പ്രവർത്തനം പെട്ടെന്ന് നിർത്തുമ്പോൾ നിർമ്മാണം പൂർത്തിയാക്കാത്ത സാധനങ്ങൾ കുമിഞ്ഞുകൂടി ആ ഫാക്ടറി ഗോഡൌൺ നിറഞ്ഞു കഴിയുന്നത് പോലെ ഗ്രന്ഥി വീർക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ചില ആളുകളിൽ ഈ വാതിലുകൾ അടയുന്നതിന് പകരം അധികമായി അയോഡിൻ വരും. ഗേറ്റ് പൊട്ടി തുറന്ന് ഹോർമോൺ പുറത്തേക്ക് കുതിച്ചൊഴുകും. ഇതിനെ ജോഡ് ബേസ്ഡോ ഫിനോമിനൻ എന്ന് വിളിക്കുന്നു. അതായത് അടച്ചിട്ട ഗേറ്റുകൾ പെട്ടെന്ന് തുറന്നു പോകുന്ന അവസ്ഥ. ഇതുവഴി അമിതമായ തോതിൽ ഹോർമോണുകൾ ശരീരത്തിലേക്ക് ഒഴുകുകയും ഹൈപ്പർ തൈറോയിഡിസം, അതായത് മെറ്റബോളിസം അപകടകരമാം വിധം വേഗത്തിലാവുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതൊരു യു ആകൃതിയിലുള്ള കർവാണെന്നാണ്. അയോഡിൻ തീരെ കുറഞ്ഞാലും അമിതമായാലും അപകടം. നടുവിലെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് പ്രധാനം. നമ്മളെല്ലാവരും ദിവസവും അയഡൈസ്ഡ് ഉപ്പ് കഴിക്കുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഇങ്ങനെ കാട്ടുതീ പോലെ പടരുന്നത്? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല റിഫൈൻഡ് ഉപ്പുകളിലും മഗ്നീഷ്യം, പൊട്ടാസ്യം പോലുള്ള സ്വാഭാവിക ധാതുക്കൾ നീക്കം ചെയ്യപ്പെടുന്നു. അവശേഷിക്കുന്നത് വെറും സോഡിയവും ക്ലോറൈഡും മാത്രം. പിന്നെ ആരോഗ്യത്തിനായി എന്ന് പറഞ്ഞ് മുകളിൽ കൃത്രിമ അയോഡിനും ചേർക്കും. പക്ഷേ അയോഡിൻ ഒരു സെൻസിറ്റീവ് എലമെന്റ് ആണ്. ചൂട് തട്ടിയാൽ, പാത്രം തുറന്നു വെച്ചാൽ, ഈർപ്പം തട്ടിയാൽ ഈ അയോഡിന്റെ ഒരു വലിയ ഭാഗം ആവിയായി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ അതിലും ഭീകരമായ രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. പീരിയോഡിക് ടേബിളിൽ ഹാലജനുകൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം മൂലകങ്ങളുണ്ട്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവയെല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ടവരായത് കൊണ്ട് തന്നെ അവയുടെ രാസഘടന ഏറെക്കുറെ ഒരേപോലെയാണ്.
പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങളിലെ അയഡിൻ സ്വീകരിക്കുന്ന വാതിലുകളിൽ ഈ ബ്രോമിനും ഫ്ലൂറൈഡും ഒക്കെ വന്നിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന യഥാർത്ഥ അയഡിന് അകത്ത് കടക്കാൻ പറ്റാതെ വരുന്നു. നമ്മൾ ഇന്ന് രാവിലെ പല്ലു തേച്ച ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ്, ബ്രോമിൻ ചേർത്ത് ബേക്ക് ചെയ്ത ബേക്കറി സാധനങ്ങൾ, കെമിക്കൽ ക്ലീനറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കോശങ്ങളിലേക്കുള്ള അയഡിന്റെ വഴി കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് അയഡിൻ കഴിച്ചാലും ഈ രാസ ഇടപെടൽ കാരണം കോശങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല. അതാണ് റിപ്പോർട്ട് നോർമലായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തോന്നാൻ കാരണം. ഇനി ഈ കള്ളത്താക്കോലുകൾ ഒഴിവാക്കാൻ നിങ്ങൾ ഫ്ലൂറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നു, പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നു എന്നെല്ലാം കരുതുക. ഇതുവഴി കോശങ്ങൾക്കകത്ത് യഥാർത്ഥ അയഡിൻ എത്തിയാൽ പോലും ഈ ഹോർമോണുകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ മറ്റൊരു പ്രധാന കടമ്പ കടക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ രണ്ട് വലിയ വില്ലന്മാർ രംഗത്ത് വരുന്നത്. ഒന്ന് നിങ്ങളുടെ സ്ട്രെസ്, മറ്റൊന്ന് നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലി, കുട്ടികളെ സ്കൂളിൽ വിടുന്നു, ട്രാഫിക്കിൽ പെടുന്നു, ഓഫീസിലെ ടെൻഷൻ, നിങ്ങളുടെ തലച്ചോറിന് ഓഫീസിലെ പ്രശ്നങ്ങളോ കാട്ടിലൊരു കടുവ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നതോ തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഈ നിരന്തരമായ ഓട്ടപ്പാച്ചൽ ഉണ്ടാകുമ്പോൾ ശരീരം അതിജീവിക്കാൻ വേണ്ടി കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ കോർട്ടിസോൾ വരുമ്പോൾ ശരീരം ഒരു തീരുമാനമെടുക്കും, ഇപ്പോൾ എനിക്ക് ഊർജം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം ജീവൻ നിലനിർത്തുകയാണ് എന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? തലച്ചോറിൽ നിന്നുള്ള TSH സിഗ്നലിനെ ഇത് ദുർബലമാക്കുന്നു. മാത്രമല്ല കരളിലും മറ്റു കോശങ്ങളിലും വെച്ച് നമ്മുടെ സ്റ്റോറേജ് രൂപമായ T4 നിന്ന് ആക്റ്റീവായ T3 മാറുന്ന പ്രക്രിയയെ ഈ കോർട്ടിസോൾ പൂർണ്ണമായും തടഞ്ഞു നിർത്തും. അതായത് ഫാക്ടറിയിൽ നിന്ന് വണ്ടിയിൽ സാധനങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അതിനെ ആക്റ്റീവ് ഇന്ധനമാക്കി മാറ്റാൻ ശരീരം സമ്മതിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ എഞ്ചിൻ ഓഫ് ആകും. നിങ്ങൾക്ക് തണുപ്പും ക്ഷീണവും അനുഭവപ്പെടും. ഇതിൽ അടുത്ത വില്ലൻ നിങ്ങളുടെ കുടലാണ്. ഇത് കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ T4 T3 ആക്കി മാറ്റുന്നതിന്റെ 20% നടക്കുന്നത് നമ്മുടെ കുടലിലെ ഉപകാരികളായ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ്. ഈ നല്ല ബാക്ടീരിയകൾ കുടലിൽ സൾഫറ്റേസ് എന്നൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എൻസൈമാണ് യഥാർത്ഥത്തിൽ T4 ആ 4ാമത്തെ അയഡിനാറ്റത്തെ വെട്ടിമാറ്റി അതിനെ ആക്റ്റീവായ T3 ആക്കി മാറ്റാൻ സഹായിക്കുന്നത്. അതായത് നിങ്ങളുടെ തൈറോയിഡിന്റെ പവർ ഇരിക്കുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയിലാണ്. നമ്മുടെ നാട്ടിലെ മോരുകഞ്ഞി, പുളിപ്പിച്ച ഇഡലി, അതുപോലുള്ള മറ്റ് ഫെർമെന്റഡ് ഫുഡുകളെല്ലാം ഈ നല്ല ബാക്ടീരിയകൾക്ക് വളരെ അത്യാവശ്യമാണ്. ജങ്ക് ഫുഡ് കഴിച്ച് നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം തകർന്നാൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടും. അത് ആത്യന്തികമായി നിങ്ങളുടെ ഹോർമോൺ മാറ്റത്തെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യും. ഈ ഇൻഫ്ലമേഷൻ കൂടി കുടലിന്റെ ആരോഗ്യം നശിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് താളം തെറ്റും. അപ്പോഴാണ് ഹാഷിമോട്ടോ, തൈറോയിഡൈറ്റിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തം തൈറോയ്ഡ് ഗ്രന്ഥിയെ ഒരു അന്യഗ്രഹ ജീവിയായി തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടി TPO ആന്റിബോഡികൾ എന്ന പേരിൽ ചില പ്രത്യേക ആയുധങ്ങൾ നിർമ്മിക്കുന്നു. ഈ ആയുധങ്ങൾ പതുക്കെ പതുക്കെ തൈറോയ്ഡ് ഗ്രന്ഥിയെ കാർന്നു തിന്നാൻ തുടങ്ങും. ഇത് വളരെ രൂക്ഷമായ ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് നയിക്കും. പ്രതിരോധ കോശങ്ങൾ ഈ ഫാക്ടറിയെ ആക്രമിച്ച് തകർക്കുന്നത് കൊണ്ട് ഹോർമോൺ ഉൽപാദനം കുറയുന്നു. നേരെ മറിച്ച് ഗ്രേവ്സ് ഡിസീസ് എന്നൊരു അവസ്ഥയുണ്ട്. അവിടെ ഈ പ്രതിരോധ കോശങ്ങൾ ഗ്രന്ഥിയെ ആക്രമിക്കുന്നതിന് പകരം കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ഗ്രന്ഥിയെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാകും. അമിതമായ ഉത്കണ്ഠ, നെഞ്ചിടിപ്പ്, പെട്ടെന്ന് ഭാരം കുറയുക, ഇവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ഭക്ഷണത്തിലെ കാര്യത്തിലേക്ക് വന്നാൽ ഈ അയോഡിൻ മാത്രം പോരാ, അതിനൊപ്പം സെലീനിയം എന്ന പോഷകം കൂടി വേണം. സെലീനിയത്തെ തൈറോയിഡിന്റെ ഉറ്റ ചങ്ങാതി എന്ന് വിളിക്കാം. T4 T3 ആക്കി മാറ്റണമെങ്കിൽ സെലീനിയം അത്യാവശ്യമാണ്. ദിവസവും 1-2 ബ്രസീൽ നട്ട്സ് കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ സെലീനിയം നൽകാൻ പര്യാപ്തമാണ്. T3 റെഡിയായി. പക്ഷേ എഞ്ചിൻ സ്റ്റാർട്ട് ആകണമെങ്കിൽ ഒരു കീ വേണ്ടേ? ആ കീ ആണ് സിങ്ക്. T3 ഹോർമോൺ നിങ്ങളുടെ സെല്ലിന്റെ ഡോറിൽ വരുമ്പോൾ ആ ഡോറിലുള്ള റിസപ്റ്റേഴ്സിൽ സിങ്ക് ഇല്ലെങ്കിൽ ആ ഡോറ് തുറക്കില്ല. ഹോർമോണിന് കോശങ്ങൾക്കകത്ത് കയറാൻ കഴിയില്ല, എനർജി ഉണ്ടാകില്ല. പംകിൻ സീഡ്, സിസെയിം, കാഷ്യൂ, മഷ്റൂം ഇതൊക്കെ നല്ല സിങ്ക് സോഴ്സസ് ആണ്. ഇനി നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാത്ത ഒരു മിനറൽ കൂടിയുണ്ട്, മഗ്നീഷ്യം. T4 T3 ആക്കി മാറ്റുന്ന എൻസൈമുകൾ പ്രവർത്തിക്കണമെങ്കിൽ മഗ്നീഷ്യം അത്യാവശ്യമാണ്. മാത്രമല്ല TSH ഉൽപ്പാദിപ്പിക്കാൻ പിറ്റ്യൂട്ടറിക്കും മഗ്നീഷ്യം വേണം. മഗ്നീഷ്യത്തിന്റെ ഏറ്റവും നല്ല സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കറുത്ത ഉഴുന്ന്, കടല പോലെയുള്ള മുഴുവൻ പരിപ്പ് വർഗ്ഗങ്ങൾ, തേങ്ങ, ഡാർക്ക് ലീഫി ഗ്രീൻസ്, ചീര, മുരിങ്ങയില ഇതൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണമാണ്. കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി പോലെയുള്ള ക്രൂസിഫറസ് പച്ചക്കറികൾ തൈറോയിഡ് ഉള്ളവർ കഴിക്കാൻ പാടില്ല എന്നൊരു ധാരണയുണ്ട്. അതിൽ ഗോയിട്രോജൻ അടങ്ങിയിട്ടുണ്ട് എന്നത് ശരിയാണ്. അത് അയഡിൻ ആഗിരണം തടയും. പക്ഷേ ഇവ വേവിക്കുമ്പോൾ ഗോയിട്രോജൻ പൂർണ്ണമായി നശിക്കുന്നു. ഇവ നന്നായി പാകം ചെയ്ത് കഴിക്കുന്നത് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി വാണി.
ഹാഷിമോട്ടോ പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉയർന്ന അളവിൽ അയഡിൻ സപ്ലിമെന്റ്സ് എടുക്കാൻ പാടില്ല. അവരുടെ പ്രതിരോധ വ്യവസ്ഥ ഇതിനകം ഗ്രന്ഥിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും അയഡിൻ നൽകി ഉത്തേജിപ്പിക്കുന്നത് ആ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കും. അവർ ആദ്യം ചെയ്യേണ്ടത് സ്ട്രെസ് കുറയ്ക്കുകയും കുടലിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ്. എപ്പോഴും ക്ഷീണം, ഭാരം കൂടൽ ഇത് വെച്ചുകൊണ്ട് എനിക്ക് തൈറോയിഡ് ആണ് എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഈ ലക്ഷണങ്ങൾ വളരെ കോമൺ ആണ്. മറ്റു പല സാധാരണ പ്രശ്നങ്ങൾക്കും ഇതുണ്ടാകും. ഒരിക്കലും ഗൂഗിളിൽ നോക്കി സ്വയം രോഗനിർണയം നടത്തരുത്. ശരീരത്തിനാവശ്യമായ ശരിയായ പോഷണങ്ങൾ ലഭിക്കുകയും പരിസ്ഥിതിയിലെ രാസ ഇടപെടലുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ഒപ്പം സ്ട്രെസ്സിനെ ഒരു ആരോഗ്യ ഘടകമായി സീരിയസ് ആയി കാണുകയും ചെയ്താൽ ശരീരം എപ്പോഴും ആ സന്തുലിതാവസ്ഥയിലേക്ക് തിരികെ വരാൻ ശ്രമിക്കും. നമ്മൾ ദൈനംദിന ചുറ്റുപാടുകൾ മാറ്റിയാൽ ഉള്ളിലെ കെമിസ്ട്രി മാറ്റാൻ കഴിയും. ആ വലിയ തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഇന്ന് ഈ വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം എന്താണ്? കമന്റ് ചെയ്യൂ.